ദൃഷ്ടാന്തം, എക്സാമ്പിൾ, പ്രൂഫ്. ഉദാഹരണം, മാതൃക, തെളിവ് എന്നീ മൂന്നർത്ഥങ്ങളിൽ ദൃഷ്ടാന്തം പ്രയോഗിച്ചിട്ടുണ്ട്. ക്രിസ്തു ശിഷ്യന്മാരുടെ കാൽ കഴുകി അവരും അപ്രകാരം ചെയ്യേണ്ടതിന് അവർക്ക് ദൃഷ്ടാന്തം നൽകി. യോഹന്നാൻ 13:15. പ്രവാചകന്മാരുടെ ദൃഷ്ടാന്തത്തെക്കുറിച്ച് യാക്കോബ് 5-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ കാണാം. കർത്താവിൻ്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാർ കഷ്ടാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമാണ്. ഇയ്യോബും ഏലിയാവും ഈ നിലയ്ക്ക് എടുത്തു പറയപ്പെട്ടിരിക്കുന്നു. യാക്കോബ് 5:10, 11, 17. കർത്താവിൻ്റെ ഉപദേശമനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് അപ്പോസ്തോലന്മാർ ദൃഷ്ടാന്തം നൽകി. അപ്പോസ്തല പ്രവൃത്തികൾ 20:35. 1 കൊരിന്ത്യർ 4:6. പഴയ നിയമ സംഭവങ്ങൾ നമുക്ക് ദൃഷ്ടാന്തമാണ്. ഇസ്രായേലിൻ്റെ വീഴ്ച നാം അവരുടെ തെറ്റുകളിൽ വീഴാതിരിക്കേണ്ടതിന് ദൃഷ്ടാന്തമായി നൽകിയിരിക്കുന്നു. അത് നമ്മുടെ ബുദ്ധി ഉപദേശത്തിന് വേണ്ടിയാണ്. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 6-11 വാക്യങ്ങൾ. പൂർവന്മാരുടെ ദൃഷ്ടാന്തത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ എടുത്തു പറയുന്നുണ്ട്. 2 തിമോത്തിയോസ് 1:4. പഴയ നിയമകാലത്തെ സമാഗമന കൂടാരം സ്വർഗീയത്തിൻ്റെ ദൃഷ്ടാന്തവും നിഴലുമായിരുന്നു. എബ്രായ ലേഖനം 8-ാം അധ്യായം 5-ാം വാക്യം. ഭക്തികെട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാണ് സോദോം, ഗൊമോറ എന്നീ പട്ടണങ്ങളുടെ ഭസ്മീകരണം. 2 പത്രോസ് 2-ാം അധ്യായം 6-ാം വാക്യം, യൂദ 7-ാമത്തെ വാക്യം.